of matrices, which is transpose of matrices. Okay, next നമ്മൾ fifth operation ആയ transpose of matricesലോട്ടാണ് പോകുന്നത്. Okay, ഈ transpose of matrices നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? Transpose of matrix is simply the interchanging of rows and columns. റോസിനെയും കോളംസിനെയും ഇന്റർചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? റോ ആയിട്ട് എഴുതിയിരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ കോളം ആയിട്ട് എഴുതും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോസ് കൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാണ്. ഞാൻ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ എടുത്തു 2 1 3 0 2 3 0 0 1. ഈ ഒരു മെട്രിക്സ് ഞാൻ എടുത്തു. ഓക്കെ, ഞാൻ പറഞ്ഞ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? റോയിനെ കോളം ആക്കി എഴുതുക, കോളത്തിനെ റോ ആക്കി എഴുതുക, അതേ ഉള്ളൂ. ഇവിടെ നോക്കാം, ഫസ്റ്റ് റോ ഏതാണ്? ഇതാണ് അല്ലേ. ഫസ്റ്റ് റോയിനെ കോളമാക്കി എഴുതാം. കോളമാക്കി എഴുതുന്നത് എന്തിനാണ്? 2 1 3. ഓക്കെ, സെക്കൻഡ് റോ ഏതാണ്? ഇതാണ് അല്ലേ. സെക്കൻഡ് റോ ഏതാണ്? 0 2 3 ആണ്. അതിനെ കോളമാക്കി എഴുതുക 2 3. തേർഡ് റോയിനെ തേർഡ് കോളമാക്കി എഴുതുക എന്താണ്? 0 0 1. ഓക്കെ, റോസിനെ കോളമാക്കി എഴുതുന്നതിന് ഇന്റർചേഞ്ചിങ് ഓഫ് റോസ് ആൻഡ് കോളംസിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഇത് എയുടെ ട്രാൻസ്പോസ് ആണ് ഇത്. സാധാരണയായി നമ്മൾ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ഡാഷ് എന്നാണ് കേട്ടോ. എ ട്രാൻസ്പോസ് എന്നോ എ ഡാഷ് എന്നോ നമ്മൾ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഞാനിവിടെ എ റേസ് ടു ടി എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി എ റേസ് ടു ഡാഷ് കണ്ടാൽ നിങ്ങൾ ട്രാൻസ്പോസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. എ റേസ് ടു ടിയും അല്ലെങ്കിൽ എ റേസ് ടു ഡാഷും എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു 2 0 0 1 2 0 3 3 1. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഞാനൊരു മെട്രിക്സ് എ എടുക്കാണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എടുത്തു. ആ മെട്രിക്സിന്റെ ഓർഡർ m by n ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ എടുത്തു, അതിന്റെ ഓർഡർ m by n ആണെങ്കിൽ നമുക്ക് എ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്ന് പറയുന്നത് n by m ആയിരിക്കും. ഓക്കെ ആണോ? എയുടെ ഓർഡർ m by n ആണെന്നുണ്ടെങ്കിൽ then the order of the transpose matrix will be m by n. ഓക്കെ, അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു മെട്രിക്സ് എടുക്കാണ്. ബി എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ആണ് ഞാൻ കൺസിഡർ ചെയ്തത്. ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കാണിത്. ഓക്കെ, എന്റെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓർഡർ എത്രയാണ്? 2 by 3 ആണ് അല്ലേ. 2 റോയും 3 കോളമാണ്. അതിന്റെ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് 2 by 3 ആണ്. അങ്ങനെയാണെങ്കിൽ ബി ട്രാൻസ്പോസ് എന്താണ്? ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ്? റോയിനെ കോളമാക്കി എഴുതുക, കോളത്തിനെ റോ ആക്കി എഴുതുക. ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളമാക്കി എഴുതുക 2 3 4. then സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളമാക്കി എഴുതുക എന്നുവെച്ചാൽ 0 2 4. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം, ഇതിന്റെ ഓർഡർ എന്താണ്? ഇത് നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു 3 ആണ്, നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് തന്നെ ഇത് 3 by 2 മെട്രിക്സ് ആണ്. നോക്കിക്കേ, നമ്മുടെ ബിയുടെ ഓർഡർ 2 by 3 ആയിരുന്നു. ആ സമയം നമ്മൾ ബി ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പോഴോ അത് 3 by 2 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നത് എയുടെ ഓർഡർ m by n ആണെങ്കിൽ എ ട്രാൻസ്പോസിന്റെ ഓർഡർ n by m ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ജനറൽ ആയിട്ട് ഒന്നും കൂടെ നമുക്ക് ട്രാൻസ്പോസിന്റെ എഴുതാൻ പറ്റും. എ ഈക്വൽ ടു നമ്മൾ എ ഐ ജെ എം ബൈ n എന്നാണ് അല്ലേ ഓരോന്നിനെയും വിളിക്കാറ്. എയുടെ എലമെന്റിനെ എ ഐ ജെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എ ട്രാൻസ്പോസിലെ എലമെന്റ് വിൽ ബി ഈക്വൽ ടു എ ജെ ഐ n ബൈ m എന്നായിരിക്കും. ഓക്കെ ആണോ? നമുക്ക് ഓർഡറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഓർഡർ ഓഫ് എ n ബൈ m ആണെങ്കിൽ എ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്ന് പറയുന്നത് m ബൈ n ആണ്. അതുപോലെ തന്നെ എയുടെ എലമെന്റ്സ് എ ഐ ജെ ആണെങ്കിൽ എ ട്രാൻസ്പോസിന്റെ എലമെന്റ് എ ജെ ഐ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്പോസിന്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് ട്രാൻസ്പോസിന്റെ കുറച്ച് പ്രോപ്പർട്ടിയിലോട്ട് പോകാം. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ആണത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കിക്കേ. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. എയുടെ ട്രാൻസ്പോസ് എടുത്ത് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എ കിട്ടുമെന്ന്. ഫസ്റ്റ് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുന്നു, അതിന്റെ റോയിനെ കോളമാക്കി എഴുതി കഴിയും. ഈ പിന്നീട് ഒന്നും കൂടെ നമ്മൾ ട്രാൻസ്പോസ് എടുക്കും. എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ റോയിനെ പിന്നെയും കോളമാക്കും. എന്നിട്ട് നമുക്ക് പഴയ എ കിട്ടും. അതാണ് നമ്മളോട് പറയുന്നത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്നാണ്. ട്രാൻസ്പോസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കാണ് അല്ലെ. എക്കും ബിക്കും അകത്തോട്ട് ട്രാൻസ്പോസ് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെയാണ് എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. എങ്ങനെ വരും? എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് പ്രോപ്പർട്ടി നോക്കാം. നമ്മളൊരു സ്കെയിലാർ കെ എടുക്കാണ്. കെ എന്താണ്? നമ്മുടെ ഒരു സ്കെയിലാർ ആണ്. കെ എന്നൊരു സ്കെയിലാർ കൊണ്ട്
എനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് ഈക്വൽ ആയിരിക്കും എന്തിനാണ് എ ട്രാൻസ്പോസിന്റെ കൂടെ കെ മൾട്ടിപ്ലൈ ചെയ്തത്. കെ നമുക്ക് അല്ലാതെ എ ട്രാൻസ്പോസിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, നമ്മുടെ ഫോർത്ത് പ്രോപ്പർട്ടി ഏതാണ്? റിവേഴ്സൽ ലോ ആണ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ അല്ലെ എ ബി എടുത്തപ്പോൾ നമുക്ക് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് വന്നു. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ റിവേഴ്സൽ ലോ എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എ എന്ന് പറഞ്ഞ് ഞാനൊരു മെട്രിക്സ് എടുത്തു, അതിന്റെ ഓർഡർ m by n എന്ന് എടുത്തു. അതേപോലെ തന്നെ ബി എന്നൊരു മെട്രിക്സ് ഞാൻ എടുക്കുന്നു n by p മെട്രിക്സ്. ഓക്കെ ആണല്ലോ. ഇനി എ ബി എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഒരു രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് മെട്രിക്സിന്റെ number of columns will be equal to number of rows of the second matrix ആയിരുന്നു അല്ലേ. ഇവിടെ നോക്കാം, ഇവിടെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. number of columns of A equal to n ആണ്. അതുപോലെ തന്നെ number of rows of B equal to n ആണ്. അങ്ങനെ നമുക്ക് എ ബി എന്നൊരു മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ഓർഡർ എന്തായിരിക്കും? എ ബിയുടെ ഓർഡർ will be n by p ആയിരിക്കും അല്ലേ. എ ബി equal to m by p ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസ്പോസ് പറഞ്ഞിരുന്നപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ m by n ആണെങ്കിൽ എന്തായിരുന്നു? എ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരുന്നു? ആദ്യം പറഞ്ഞിരുന്നു അല്ലെ, എ ട്രാൻസ്പോസ് ഇത് ടി ആണ് കേട്ടോ. എ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരുന്നു? n by m ആയിരുന്നു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കേസിലോട്ട് നോക്കിക്കേ, എയുടെ ഓർഡർ m by n ആണ്. അങ്ങനെയാണെങ്കിൽ a raised to t യുടെ ഓർഡർ എന്താണ്? a raised to t യുടെ ഓർഡർ n by m ആണ്. ഓക്കെ, അതുപോലെ ബിയുടെ ഓർഡർ n by p ആണ്. അങ്ങനെയാണെങ്കിൽ ബി ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും? ബി ട്രാൻസ്പോസിന്റെ ഓർഡർ p by n ആണ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ അവിടെ പോസിബിൾ ആണോ? മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ number of columns of the first matrix will be equal to number of rows of the second matrix ആയിരുന്നു അല്ലേ. ഇവിടെ നോക്കാം, ഇവിടെ number of columns equal to m ആണ്, ഇവിടെ number of rows equal to p ആണ്. അതുകൊണ്ട് തന്നെ A ട്രാൻസ്പോസ് B ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് നോട്ട് പോസിബിൾ ആണ്. ഓക്കെ, നോട്ട് പോസിബിൾ ആണ്. ഇനി നമുക്ക് B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് എന്ന് നോക്കാം. B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ്. ഓക്കെ, B ട്രാൻസ്പോസിന്റെ ഓർഡർ p by n ആണ്. A ട്രാൻസ്പോസിന്റെ ഓർഡർ എന്താണ്? n by m ആണ്. ഇത് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? ആണല്ലേ. എന്താ കാര്യം? നമ്പർ ഓഫ് കോളംസ് ഓഫ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് എ ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അങ്ങനെ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് പോസിബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഓർഡർ p by m ആണ്. ഓക്കെ ആണല്ലോ. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമ്മൾ എ ബിയുടെ ഓർഡർ n by p ആണെങ്കിൽ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്താണ്? p by m ആണ് അല്ലേ. നമ്മൾ പഠിച്ചത് സെയിം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഓർഡർ p by m ആവണം. അതുപോലെ തന്നെയാണ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് വന്നപ്പോൾ അതിന്റെ ഓർഡർ p by m വന്നത്. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ. ഇത് നമ്മൾ ഇപ്പൊ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ട്രാൻസ്പോസിന്റെ 4 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. 4 പ്രോപ്പർട്ടീസും അത് ഇനിയിപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ ക്ലിയർ ആവാനും ട്രാൻസ്പോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ ആണല്ലോ. Now we are moving to our problem. Our first question, if A equal to എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് and B equal to വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യണം? ഫസ്റ്റ് അതിന്റെ 3 പാർട്ട് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 3 പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ A plus B the whole transpose is equal to A transpose plus B transpose എന്ന് വേണം. അതേപോലെ തന്നെ തേർഡ് പാർട്ട് എന്താ? KB the whole transpose is equal to K into B transpose എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? A transpose the whole transpose is equal to A കിട്ടണം. അങ്ങനെ നമുക്ക് ഇനി A യുടെ വാല്യൂ നമുക്കറിയാം അല്ലേ. A equal to 3 √3 2 4 2 0 ആണ്.
എ എന്ന് പറയുന്നത് ഓർഡർ എത്രയാണ്? എയുടെ മെട്രിക്സിന്റെ ഓർഡർ ഈക്വൽ ടു 2/3 ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എ ട്രാൻസ്പോസ് വേണം അല്ലെ? എ ട്രാൻസ്പോസ് എന്താണെന്ന് പറഞ്ഞേ? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു റോയിൽ എഴുതിയിരിക്കുന്നതിനെ കോളത്തിലോട്ട് എഴുതുന്നതിനാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞേ 3√3 2 ആണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഏതാണ്? 4 2 0. റോ എഴുതിയിരിക്കുന്നതിനെ നമ്മൾ കോളമാക്കി എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ പറഞ്ഞേ 3/2 ആണ്. ഓക്കെ, എ ഉണ്ട്, എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് പ്രൂവ് ചെയ്യാനാണ്? വെരിഫൈ ചെയ്യാനാണ്. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം അല്ലെ? എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് നോക്കാം. എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എന്താണ് ചെയ്യേണ്ടത്? റോയിൽ എഴുതിയിരിക്കുന്നതിനെ നമുക്ക് കോളമാക്കി എഴുതണം. പിന്നെ ഫസ്റ്റ് റോ ഏതാണ്? 3 4 അല്ലെ? 3 4 നമുക്ക് കോളമാക്കി എഴുതാം. 3 4. നെക്സ്റ്റ് റോ √3 2 ആണ്. അതിനെ നമുക്ക് കോളമാക്കി എഴുതുമ്പോൾ √3 2 ആൻഡ് ലാസ്റ്റ് റോ 2 0. ഓക്കെ ആണല്ലോ? ഇനി അത് ചെക്ക് ചെയ്യാം. നമ്മുടെ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന മെട്രിക്സിനെ നമുക്ക് എ അല്ലേ? ഈ സെയിം മെട്രിക്സ് തന്നെയല്ലേ ഇത് അല്ലെ? അതിന് ഈക്വൽ ടു എ എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ വെരിഫൈ ചെയ്തല്ലേ? ഹെൻസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. നമുക്ക് പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയാലോ? നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി ഇതായിരുന്നു അല്ലെ? എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ എന്നായിരുന്നു നമ്മളുടെ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഓക്കെ ആണല്ലോ? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് നമുക്ക് കാണാം. അതിനായിട്ട് ഞാൻ എ നമുക്കറിയാം, ബി നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് LHS കാണാം. LHS എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ കാണാം? എ പ്ലസ് ബി കാണാം അല്ലെ? നമുക്ക് എ പ്ലസ് ബി കാണാം. എ പ്ലസ് ബി ഈക്വൽ ടു എയും ബിയും കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ? മെട്രിക്സ് അഡിഷൻ ഈസ് പോസിബിൾ ഓൺലി വെൻ ദ ഓർഡർ ഓഫ് ദ ടു മെട്രിക്സസ് ആർ ഈക്വൽ. ആണല്ലോ? ഈ രണ്ട് മെട്രിക്സുകളുടെ ഓർഡർ ഈക്വൽ ആണോ? ആണല്ലേ? രണ്ടിന്റെ ഓർഡർ 2/3 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെട്രിക്സ് അഡിഷൻ പോസിബിൾ ആണ്. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യാം. എന്താണ്? ഫസ്റ്റ് മെട്രിക്സ് 3√3 2 4 2 0 plus 2 minus 1 2 1 2 4. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ആഡ് ചെയ്യാം അല്ലെ? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് എലമെന്റ് പ്ലസ് ഫസ്റ്റ് എലമെന്റ്. എന്താണ്? 3 + 2 3 + 2 = 5 ആണ്. √3 plus -1 = √3 - 1 ആണ്. നെക്സ്റ്റ് 2 + 2 = 4 കിട്ടും. then 4 + 1 = 5. then 2 + 2 = 4 and 0 + 4 = 4. അങ്ങനെ a + b നമ്മൾ കണ്ടുപിടിച്ചു. ആണല്ലോ? ഇനി നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്താ വേണ്ടത്? a + b ദ ഹോൾ ട്രാൻസ്പോസ് ആണ് അല്ലേ? പിന്നെ ഇതിന്റെ ട്രാൻസ്പോസ് ആണ് നമുക്ക് വേണ്ടത്. a + b ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ഈ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. ഓക്കെ, a + b യുടെ ട്രാൻസ്പോസ് എന്താണ്? റോയിലുള്ളതിനെ കോളത്തിലോട്ട് എഴുതുക അല്ലെ? റോയിലുള്ളതിനെ കോളത്തിലോട്ട് എഴുതാം. ഫസ്റ്റ് റോയിനെ നമുക്ക് കോളമായിട്ട് എഴുതാണ്. √3 - 1 and 4 and സെക്കൻഡ് റോയിനെ കോളമാക്കുമ്പോൾ 5 4 and 4. ഓക്കെ ആണല്ലോ? എന്നാൽ നമുക്ക് LHS ഈക്വൽ ടു ആണ് നമ്മൾ കണ്ടത്. LHS ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. RHS നോക്കാം. RHS എന്താണ് നമ്മളോട് പറഞ്ഞിരുന്നത്? RHS വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് വേണം അല്ലേ? അതുകൊണ്ട് നമുക്ക് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. A ട്രാൻസ്പോസ് A നമ്മുടെ കയ്യിലുണ്ട്. ഇനി A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മളുടെ A അല്ലേ? ഇത് എന്റെ Aയും ഇത് നമ്മളുടെ Bയും ആണ്. ഇനി A ട്രാൻസ്പോസ് റോയിലുള്ളതിനെ കോളമാക്കി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3√3 2 then 4 2 0. ഓക്കെ ആണല്ലോ? A ട്രാൻസ്പോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? B ട്രാൻസ്പോസ് വേണം അല്ലേ? B ട്രാൻസ്പോസ് ഈക്വൽ ടു പറഞ്ഞേ. ഇവിടെ B ഇതാണ്. B ട്രാൻസ്പോസ് അങ്ങനെ എന്താണ് വരിക? B ട്രാൻസ്പോസ് ഈക്വൽ ടു 2 - 1 2 then 1 2 and 4. ഓക്കെ ആണല്ലോ? B ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. A ട്രാൻസ്പോസും B ട്രാൻസ്പോസും കിട്ടി. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് ചെയ്യണം അല്ലേ? റൈറ്റ് സൈഡിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് ആണ് വേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? A
A transpose plus B transpose. ഏതാണ് റൈറ്റ് സൈഡ് ആണ് നമ്മൾ ചെയ്യുന്നത് RHS. RHS equal to ആണ് A transpose plus B transpose. നമുക്ക് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? Equal to 3 4 root 3 2 then 2 0 plus 2 1 minus 1 2 2 4. ഓക്കെ ആണല്ലോ? ആഡ് ചെയ്യാം. മെട്രിക്സ് അഡിഷൻ രണ്ട് മെട്രിക്സിന്റെ ഓർഡേഴ്സ് സെയിം ആണ്, അതുകൊണ്ട് തന്നെ മെട്രിക്സ് അഡിഷൻ ഈസ് പോസിബിൾ. സോ we are adding two matrices. Okay, 3 plus 2 equal to 5. We are adding the corresponding elements of two matrices, and 3 plus 2 equal to 5 and 4 plus 1 equal to 5. Then root 3 plus minus 1 equal to root 3 minus 1. Then 2 plus 2 equal to 4. 2 plus 2 equal to again 4 and 0 plus 4 is again 4. Okay, then നമുക്ക് എന്ത് കിട്ടി? Left side, right side is equal to നമുക്ക് ഒരു matrix കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയ LHS എന്തായിരുന്നു? നമുക്ക് കിട്ടിയത് LHS equal to ഈ മെട്രിക്സ് ആണ് കിട്ടിയത്. LHS equal to നമുക്ക് ഈ മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയത്. RHS equal to നോക്കുക, ഇതാണ് നമുക്ക് കിട്ടിയ മെട്രിക്സ് ആണേ. നോക്കാം ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആണോ? ആണല്ലേ? അതെന്താ ഈ സെയിം മെട്രിക്സ് എന്നാണ് നമുക്ക് RHS ലും കിട്ടിയത്. അതുകൊണ്ട് തന്നെ LHS equal to RHS hence proved, hence verified. Okay, verify ചെയ്യാനായിരുന്നു hence verified. ഓക്കെ ആണല്ലോ? നമുക്ക് അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് പ്രോപ്പർട്ടി സെയിം കറക്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇതിലൊരു പാർട്ട് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഒരു പാർട്ട് കൂടെ ഉണ്ട് ഈ ക്വസ്റ്റിന്. നമുക്ക് എന്തായിരുന്നു? K into B transpose is equal to K B transpose എന്നായിരുന്നു അല്ലേ? അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. K into B transpose. അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? B വേണം അല്ലേ? C പാർട്ട് ആണ്. B equal to B യുടെ വാല്യൂ എന്തായിരുന്നു? B ആണല്ലോ നമുക്ക് ഈ മെട്രിക്സ്. അതേപോലെ തന്നെ എഴുതിടാം. 2 minus 1 2 1 2 and 4. ഓക്കെ, നമ്മുടെ B മെട്രിക്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? K into B transpose KB the whole transpose is equal to K into B transpose ആണല്ലോ? നമുക്ക് അന്നേരം ലെഫ്റ്റ് സൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ KB കണ്ടുപിടിക്കാം. ഓക്കെ, K എന്ന് പറഞ്ഞാൽ സ്കെയിലർ ആണ്, അത് ഓർത്തിരിക്കുക. KB K into B 2 minus 1 2 1 2 4. ഓക്കെ, ഇനി നമുക്ക് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ അറിയാമായിരുന്നു. എങ്ങനെയാണ്? സ്കെയിലറിനെ കൊണ്ട് നമ്മുടെ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് അങ്ങനെ കിട്ടുക? 2k k into 2 equal to 2k, k into minus 1 equal to minus k, k into 2 equal to 2k, then k into 1 equal to k, again k into 2 equal to 2k, and the last element k into 4 equal to 4k. Okay ആണല്ലോ? നമുക്ക് അങ്ങനെ k into b ട്രാൻസ്പോസ് kb നമുക്ക് കിട്ടിയിട്ടുണ്ട്. kb നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ലെഫ്റ്റ് സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് KB the whole transpose വേണം അല്ലേ? ലെഫ്റ്റ് സൈഡ് LHS. ഓക്കെ, LHS equal to KB the whole transpose. KB the whole transpose എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കേ, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന KB യുടെ ട്രാൻസ്പോസ് എടുക്കുക. റോൾ എഴുതിയിരിക്കുന്ന കോളത്തിലോട്ട് ആക്കുക. റോൾ എഴുതിയിരിക്കുന്നത് എന്താണ്? 2k minus k 2k. അതിനെ കോളത്തിലോട്ട് ആക്കുക. എന്താണ്? 2k minus k 2k. ഓക്കെ ആണല്ലോ? ഈ സെക്കൻഡ് റോയിനെ കോളമാക്കി എഴുതുമ്പോൾ k 2k 4k. ഓക്കെ, അങ്ങനെ നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് കണ്ടുപിടിക്കാമല്ലോ. റൈറ്റ് സൈഡിന് ആവശ്യമായിട്ടുള്ള എന്താണ്? KB ട്രാൻസ്പോസ് വേണം അല്ലേ? KB ട്രാൻസ്പോസ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ B ട്രാൻസ്പോസ് കണ്ടിരുന്നു അല്ലേ? ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് B ട്രാൻസ്പോസ് കണ്ടിരുന്നു. ഫസ്റ്റ് പാർട്ടിലാണോ സെക്കൻഡ് പാർട്ടിലാണോ? സെക്കൻഡ് പാർട്ടിലാണ് അല്ലേ? സെക്കൻഡ് പാർട്ടിൽ നമ്മൾ B ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. എങ്ങനെ നമുക്ക് ഈ ഒരു പാർട്ടിന് വേണ്ടി ഒന്നും കൂടെ ചെയ്യാം. B ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് എന്താണ്? ഇതിന്റെ ട്രാൻസ്പോസ് പറഞ്ഞോളൂ. 2 minus 1 2 1 2 and 4. ഓക്കെ ആണല്ലോ? B ട്രാൻസ്പോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? K into B ട്രാൻസ്പോസ് വേണം അല്ലേ? K into B ട്രാൻസ്പോസ് നോക്കാം. K into B transpose equal to K into B transpose ന്റെ വാല്യൂ എഴുതാം. 2 1 minus 1 2 2 4.
ഓക്കെ അഗൈൻ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ വന്നു. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് വാല്യൂ എന്താ കിട്ടാം? നമുക്കിത് റൈറ്റ് സൈഡ് ആയിരുന്നു, RHS ആയിരുന്നു. ഓക്കെ അതുകൂടെ എഴുതിയേക്കാം. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2k k minus k 2k 2k 4k. ഓക്കെ നമുക്ക് ഒരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ലെഫ്റ്റ് സൈഡും കിട്ടിയിട്ടുണ്ട്, റൈറ്റ് സൈഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് രണ്ട് സെയിം ആണോ നോക്കാം അല്ലേ? ലെഫ്റ്റ് സൈഡ് ഇതാണ്, ലെഫ്റ്റ് സൈഡ് മെട്രിക്സ് ഇതാണ്, റൈറ്റ് സൈഡ് മെട്രിക്സ് ഇതാണ്. ഇങ്ങനെ അത് രണ്ടും ഈക്വൽ ആണോ? ആണല്ലേ. നമുക്ക് എന്ത് പറയാൻ പറ്റും? LHS ഈക്വൽ ടു RHS ആണ്. ഓക്കെ ഹെൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹെൻസ് K into B transpose, K into B transpose is equal to K B transpose. Okay, K into B. Okay, KB the whole transpose is equal to K into B transpose. അങ്ങനെ നമ്മുടെ മൂന്ന് പ്രോപ്പർട്ടി നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. Now we are moving to our next question. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? A എന്ന് പറഞ്ഞ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ B എന്ന് പറഞ്ഞ വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? AB ന്റെ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് എന്ന പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ഏത് പ്രോപ്പർട്ടിയാണ്? ഇതാണ് നമ്മൾ റിവേഴ്സൽ പ്രോപ്പർട്ടി ആണ് അല്ലേ? റിവേഴ്സൽ പ്രോപ്പർട്ടി എന്താണ് വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ റിവേഴ്സൽ പ്രോപ്പർട്ടി നമുക്ക് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡ് തന്നെ നമുക്ക് ആദ്യം ചെയ്തു പോകാം. ലെഫ്റ്റ് സൈഡിന് ആവശ്യമായിട്ട് എന്താ ഉണ്ടാവുക? എ ബി ആണുള്ളത് അല്ലെ? എ ബി നമുക്ക് കണ്ടുപിടിക്കാം. എ ഇൻറ്റു ബി, എ ബി നമുക്ക് കണ്ടുപിടിക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് നമുക്ക് 1 - 4 3 then b എന്താണ്? -1 2 1. ഇനി എ ബി എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയായിരുന്നു? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് ആയിരുന്നു അല്ലേ? നോക്കാം ഇതിന്റെ ഓർഡർ എന്താണ്? എയുടെ ഓർഡർ എന്താണ്? 3/1 ആണ്. അതുപോലെ തന്നെ ബിയുടെ ഓർഡർ എന്താണ്? 1/3 ആണ്. എന്നിട്ട് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി എന്ന് കാണാം. എ ബി മെട്രിക്സ് കാണാം. എ ബി മെട്രിക്സ് എങ്ങനെയായിരുന്നു കാണുന്നത്? നമ്മള് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയിരുന്നു അല്ലേ? ഫസ്റ്റ് റോ, ഇവിടുത്തെ ഫസ്റ്റ് റോ ഇതാകെ എത്ര റോ ഉണ്ട്? 1 2 3 3 റോ ഉണ്ട്, ഒരു കോളമേ ഉള്ളൂ. അതേപോലെ ഇവിടെ ഒരു റോയും 3 കോളവും ആണുള്ളത്. ഓക്കെ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? നമ്മുടെ എ ബി എന്ന് പറയുന്ന മെട്രിക്സ്, എ ബിയുടെ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും വരിക? 3/3 ആയിരിക്കും അല്ലെ? 3/3 ആയിരിക്കും നമ്മുടെ എ ബിയുടെ ഓർഡർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതൊക്കെയായിരുന്നു നമ്മളുടെ മെട്രിക്സിലെ എലമെന്റ്സ് വരിക? A11 A12 A13 AB11 AB12 AB13 AB21 AB22 AB23 AB31 AB32 AB33 ഇങ്ങനെയായിരുന്നു അല്ലേ? ഇതായിരുന്നു നമ്മളുടെ മെട്രിക്സ്. നമുക്ക് ഇതനുസരിച്ച് നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് എലമെന്റ് AB11 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം നോക്കാം. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ -1 മാത്രമേ ഉള്ളൂ. നമുക്ക് അതിന്റെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു 1 ഇൻറ്റു -1 നമ്മുടെ ഫസ്റ്റ് എലമെന്റ് ആയി. ഇനി നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? AB12 ആണ് അല്ലേ? AB12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ, സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം. ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോ ഏതാണ്? -4 ആണ്. സെക്കൻഡ് കോളം ഏതാണ് അവിടെ? സോറി ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ ആണ് അല്ലേ? ഇത് 1 ഇൻറ്റു 2 ആണ്. ഓക്കെ 1 ഇൻറ്റു 2 വരും. നെക്സ്റ്റ് ഏത് വരും? A13 വരും. ഫസ്റ്റ് റോ തേർഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം ആകുമ്പോൾ 1 ഇൻറ്റു 1. ഓക്കെ അങ്ങനെ ഫസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ്? AB21 അല്ലെ? 21 ആണ് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം -4 ഇൻറ്റു -1. ഓക്കെ നെക്സ്റ്റ് എന്താണ്? -4 ഇൻറ്റു 2 ആണ്. -4 ഇൻറ്റു 2 then -4 ഇൻറ്റു 1. -4 ഇൻറ്റു 1 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരു ഡൗട്ട് വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു മെട്രിക്സ് ജനറൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് എന്താ വരിക? 3 ഇൻറ്റു -1 then 3 into 2 and the last element is 3 into 1.
ഓക്കെ ആണ്. ഇനി നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? -1 2 1 4 -8 -4 -3 6 3. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, എ ബി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് എ ബി മാത്രം നമുക്ക് മതിയോ? പോരാ അല്ലേ? ബാക്കി നമുക്ക് എന്ത് വേണം? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് വേണം അല്ലേ? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കാം. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എ ബി ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഇനി റൈറ്റ് സൈഡ് കിട്ടാൻ വേണ്ടി RHS ഈക്വൽ ടു എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന എ ബിയുടെ ട്രാൻസ്പോസ്. ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ്? റോയിനെ കോളമാക്കുക. റോ ഫസ്റ്റ് റോ ഏതാണ്? -1 2 1 then 4 -8 -4 the last row -3 6 3. ഓക്കെ ആണല്ലോ. നമ്മൾ അങ്ങനെ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് സോറി ഇത് ലെഫ്റ്റ് സൈഡ് ആണ്. RHS LHS ആണ് ലെഫ്റ്റ് സൈഡ്. LHS ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? റൈറ്റ് സൈഡ് ആണ് വേണ്ടത്. റൈറ്റ് സൈഡ് എന്താ നോക്കാം. റൈറ്റ് സൈഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ. അതിനുവേണ്ടി ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും ആദ്യമേ കണ്ടുപിടിക്കാം. ബി ട്രാൻസ്പോസ് നോക്കാം. ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് -1 2 1 ആണ്. റോയിനെ കോളമാക്കി എഴുതുക. അതാണ് ട്രാൻസ്പോസ്. എന്താണ് -1 2 1 ബി ട്രാൻസ്പോസ് ആയി. ഇനി എന്താ നമുക്ക് വേണ്ടത്? എ ട്രാൻസ്പോസ് വേണം അല്ലേ? എ ട്രാൻസ്പോസ് എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു നോക്കാം. റോയിനെ കോളമാക്കി എഴുതുക. ഇവിടുത്തെ റോ ഏതാണ്? 1 ആണ് അല്ലേ? ഫസ്റ്റ് റോ എന്ന് വെച്ചാൽ 1 ആണ്. അതിന്റെ ഫസ്റ്റ് കോളമാക്കി എഴുതുക. ഫസ്റ്റ് കോളം. ഇനി നമുക്ക് സെക്കൻഡ് റോ ഏതാണ്? -4 ആണ്. ഇതിലെ -4നെ നമുക്ക് അതിനെ കോളമാക്കി എഴുതാം. -4. നെക്സ്റ്റ് റോ തേർഡ് റോ ഏതാണ്? 3 ആണ്. 3നെ നമുക്ക് കോളമാക്കി എഴുതാം. എന്നിട്ട് നമുക്ക് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടി. ഇനിയിപ്പോ നമുക്ക് ബി ട്രാൻസ്പോസിന്റെ ഓർഡർ നോക്കാം. ഓർഡർ എത്രയാണ്? 3/1 ആണ് ആണല്ലോ. അതേപോലെ തന്നെ എ ട്രാൻസ്പോസിന്റെ ഓർഡർ എത്രയാണ്? 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് പോസിബിൾ അല്ലേ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് പോസിബിൾ ആണ്. നമുക്ക് നോക്കാം. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഇതിന്റെ ഓർഡർ എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ഓർഡർ വിൽ ബി ഈക്വൽ ടു 3/3 ആയിരിക്കും അല്ലേ? ഓർഡർ 3/3 ആണ്. 3/3 ഓർഡർ ആയിട്ടുള്ള മെട്രിക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആകുമ്പോൾ -1 × 1 -1 × 1 നെക്സ്റ്റ് എന്താണ്? -1 × -4 ആണ്. -1 × -4 then -1 × 3. ഓക്കെ, -1 × 3. ഇനി സെക്കൻഡ് റോ ആകുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 2 × 1 നെക്സ്റ്റ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം 2 × -4 and 2 × 3. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? 1 × 1 തേർഡ് റോ ഫസ്റ്റ് കോളം 1 × 1 1 × -4 1 × 3. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ് RHS. ഓക്കെ, RHS ഈക്വൽ ടു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് കിട്ടുക? -1 4 -3 2 -8 6 1 -4 3. ഓക്കെ, എന്നാൽ നമുക്ക് റൈറ്റ് സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. റൈറ്റ് സൈഡ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് ആണോ നോക്കിക്കേ. നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ആണോ കിട്ടിയിരിക്കുന്നത്? നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇതാണ്, റൈറ്റ് സൈഡ് ഇതാണ്. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. LHS ഈക്വൽ ടു RHS നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹെൻസ് എന്ത് പറയാൻ പറ്റും? ഹെൻസ് AB the whole transpose equal to B transpose A transpose ആണ്. നമ്മളങ്ങനെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ കുറച്ച് ഡൗട്ട് ഒക്കെ വന്ന് കാണില്ലായിരുന്നു കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വന്നതാണ്. ആ ഒരു ഡൗട്ട് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ പ്രോപ്പർട്ടികളും നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. പ്രോപ്പർട്ടി എങ്ങനെയാണ് യൂസ് ചെയ്തത് മനസ്സിലായല്ലോ എല്ലാവർക്കും. മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് പോർഷൻ ആണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ഈ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ആർ ഓൺലി ആപ്ലിക്കബിൾ ഫോർ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിന്റെ കേസിൽ മാത്രമേ നമുക്ക് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്സും നമുക്ക് പറയാനുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സിമെട്രിക് എന്താണ് സ്ക്യൂ സിമെട്രിക് എന്താണ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനൊരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആവണം. എന്താണ്? എ മെട്രിക്സ് എ is said to be symmetric if and only if A transpose equal to A. A transpose equal to A ആയാൽ മാത്രമേ ഒരു സ്ക്വയർ മെട്രിക്സ് A സിമെട്രിക് ആവുള്ളൂ. ഓക്കെ ആണല്ലോ. ഞാനൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഞാൻ A എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ എടുക്കുന്നു. 1 √3 2 √3 5 6 2 6 3. ഓക്കെ, ഞാനൊരു മെട്രിക്സ് എ എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇത് എ ട്രാൻസ്പോസ് നോക്കാം. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ? എങ്ങനെയായിരുന്നു? റോയിനെ കോളമാക്കി എഴുതുക. ഫസ്റ്റ് റോ എന്ന് ഏതാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞേ 1 √3 2. 1 √3 2 റോയിനെ ഞാൻ കോളമാക്കി എഴുതുകയാണ്. 1 √3 2. ഓക്കെ, ഇനി നോക്കാം സെക്കൻഡ് റോ ഏതാണെന്ന് പറഞ്ഞേ √3 5 6 അല്ലേ? √3 5 6 എന്ന് പറഞ്ഞ സെക്കൻഡ് റോയിനെ ഞാൻ സെക്കൻഡ് കോളം ആക്കി എഴുതാണ്. √3 5 6. അടുത്തേതാണ് തേർഡ് റോ അല്ലേ? തേർഡ് റോ 2 6 3. അതിനെ ഞാൻ തേർഡ് കോളം ആക്കി എഴുതുന്നു. 2 6 3. ഓക്കെ, ഞാൻ എ ഉണ്ട്, അതുപോലെ തന്നെ എ ട്രാൻസ്പോസ് ഞാൻ കണ്ടുപിടിച്ചു. ഇനി നോക്കാം, എയും എ ട്രാൻസ്പോസും ഈക്വൽ ആണോ? ഓക്കെ, ഫസ്റ്റ് റോ ഈക്വൽ ടു ഫസ്റ്റ് റോ ആണ്, സെക്കൻഡ് റോ ഈക്വൽ ടു സെക്കൻഡ് റോ ആണ്, തേർഡ് റോ ഈക്വൽ ടു തേർഡ് റോയും ആണ് അല്ലേ? ഇങ്ങനെ വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഏതാണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആവുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. സിമെട്രിക് മെട്രിക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ സ്ക്വയർ മെട്രിക്സ് ഈസ് സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആവുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് എന്ന് പറയാം. സിമെട്രിക്കിന്റെ കേസ് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്യൂ സിമെട്രിക്കിലോട്ട് പോകാം അല്ലേ? സ്ക്യൂ സിമെട്രിക് എന്താണെന്ന് നോക്കാം. എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മെട്രിക്സ് എ ആണെങ്കിലാണ് നമുക്ക് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ വരണം. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണ്. 0 5 3 -5 0 2 -3 -2 0. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് എന്റെ മെട്രിക്സ്. ഓക്കെ, ഈ മെട്രിക്സിനെ ഞാൻ ബി എന്ന് ഞാൻ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബിയുടെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടു നോക്കാം. ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താ വരിക? നോക്കിക്കേ, ഫസ്റ്റ് റോ ഏതാണ്? 0 5 3 അല്ലെ? 0 5 3 ഞാൻ കോളമാക്കി എഴുതുകയാണ്. 0 5 3. ഓക്കെ, ഇനി നെക്സ്റ്റ് റോ ഏതാണ്? -5 0 2 അല്ലെ? അതിനെ ഞാൻ കോളമാക്കി എഴുതും. -5 0 2. നെക്സ്റ്റ് ഏതാണ്? -3 -2 0. -3 -2 0. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്നാൽ നമുക്ക് ബി ട്രാൻസ്പോസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ബിയും ബി ട്രാൻസ്പോസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിക്കേ. ബിയും ബി ട്രാൻസ്പോസും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ബിയിലെ എല്ലാ എലമെന്റ്സിനും ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുന്നതാണ് അല്ലേ ബി ട്രാൻസ്പോസിലെ എലമെന്റ് അല്ലേ? ബിയുടെ എല്ലാ എലമെന്റ്സിനും ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടുന്ന ഒരു എലമെന്റ് ആണ് ബി ട്രാൻസ്പോസിലുള്ളത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -b എന്ന് എഴുതാം അല്ലേ? ബി ട്രാൻസ്പോസ് ഈക്വൽ ടു -b എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബി ട്രാൻസ്പോസ് ഈക്വൽ ടു -b. ഇങ്ങനെ വരുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. എന്താണ്? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -a. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സിന്റെ തന്നെ നെഗറ്റീവ് എലമെന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആണ്. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -a ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. സിമെട്രിക്കിലെയും സ്ക്യൂ സിമെട്രിക്കിലെയും മെട്രിക്സുകളുടെ ഡയഗണൽസിന്റെ പ്രത്യേകതകൾ നോക്കിക്കേ. സിമെട്രിക് മെട്രിക്സിന്റെ ആദ്യം നോക്കാം അല്ലേ? സിമെട്രിക് മെട്രിക്സിന്റെ എക്സാമ്പിളോട് ചെക്ക് ചെയ്യുക. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് നോക്കിക്കേ. എയുടെ ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ടു 1 5 3 ആണ്.
അതേപോലെ തന്നെ എ ട്രാൻസ്പോസിന്റെ ഡയഗണൽ എലിമെന്റ്സ് ഒന്ന് നോക്കിക്കേ. അതെന്താണ്? അതും 1 5 3 ആണ് അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് സിമെട്രിക് മെട്രിക്സുകളുടെ ഡയഗണൽസിന് എ ട്രാൻസ്പോസിലും എയ്ക്കും ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? ആ ഒരു കാര്യം ഓർത്തിരിക്കുക. സിമെട്രിക് മെട്രിക്സുകളുടെ കേസിൽ ഡയഗണൽ എലിമെന്റ്സ് എയ്ക്കും എ ട്രാൻസ്പോസിനും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സ്ക്യൂ സിമെട്രിക്കിന്റെ കാര്യത്തോടെ നോക്കിക്കേ. സ്ക്യൂ സിമെട്രിക്കിന്റെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഇവിടെ ബി ഉണ്ട്, ബി ട്രാൻസ്പോസ് ഉണ്ട്. അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് നോക്കിക്കേ. ഡയഗണൽ എലിമെന്റ്സ് ആ 0 ആണ് അല്ലേ. അതായത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകളുടെ അതിന്റെ മെട്രിക്സിനും അതിന്റെ ട്രാൻസ്പോസിന്റെയും ഡയഗണൽ എലിമെന്റ്സ് എപ്പോഴും 0 തന്നെയായിരിക്കും. ഞാൻ രണ്ട് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? സിമെട്രിക് മെട്രിക്സുകളുടെ ഡയഗണൽസ് എപ്പോഴും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകളുടെ ഡയഗണൽസ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സിമെട്രിക്കിനെയും സ്ക്യൂ സിമെട്രിക്കിനെയും കുറിച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇതൊരു നോട്ടായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഫസ്റ്റ് നോട്ട് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഫോർ എനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ദ ഡയഗണൽ എലിമെന്റ്സ് ആർ 0. ഏതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എടുത്താലും അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് എപ്പോഴും 0 ആണ്. അതിന്റെ കൂടെ തന്നെ ജോയിൻ ചെയ്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. സിമെട്രിക് മെട്രിക്സുകളുടെ മെട്രിക്സിനും അതിന്റെ ട്രാൻസ്പോസിന്റെയും ഡയഗണൽ എലിമെന്റ്സ് എപ്പോഴും സെയിം തന്നെയാണ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നോട്ട് നോക്കിക്കേ. രണ്ടാമത്തെ നോട്ട് എന്താണ് പറയുന്നത്? ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക് അല്ലെ. എ എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ഞാൻ എടുക്കുകയാണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അതിന്റെ ബി പാർട്ട് എന്താണ് പറയുന്നത്? എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും അല്ലെ. എ എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഉടനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് അങ്ങനെ വരുമോ ഇല്ല നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുവാണെങ്കിലും നമുക്ക് ആദ്യം തന്നെ അതിന്റെ ഒരു മെട്രിക്സ് സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്തായിരുന്നു? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ വരണം അല്ലെ. അതായത് നമുക്ക് ഫസ്റ്റ് നോക്കാം. എ പ്ലസ് എ ട്രാൻസ്പോസ്, എ പ്ലസ് എ ട്രാൻസ്പോസ് ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്താൽ പോരെ. അങ്ങനെയല്ലേ നമുക്ക് സിമെട്രിക് ആണോ ചെക്ക് ചെയ്യേണ്ടത്. എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഇവിടെ ഏതാണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുക്കുക. അത് നമുക്ക് കിട്ടേണ്ടത് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണെങ്കിൽ മാത്രമേ നമുക്കത് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാൻ ഒക്കൂ. ഓക്കെ ആണല്ലോ? എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് നോക്കാം. നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരുന്നു? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആയിരുന്നു അല്ലേ. ആയിരുന്നല്ലോ. ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇനി ഇവിടെ അപ്ലൈ ചെയ്തൂടെ? എങ്ങനെ അപ്ലൈ ചെയ്യാം പറഞ്ഞേ. ട്രാൻസ്പോസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടരായിട്ട് കൊടുക്കാം. എങ്ങനെയാണ്? എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ആണോ? രണ്ടാമത്തെ എലമെന്റ് ഒരു ട്രാൻസ്പോസ് ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ട്രാൻസ്പോസിനെ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നമുക്ക് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് നോക്കാം എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്താണെന്നാണ് പഠിച്ചത്? അത് ഈക്വൽ ടു എ ആണ്. ഓക്കെ, അത് ഈക്വൽ ടു എ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് പകരം എ എന്ന് കൊടുക്കാം. ഓക്കെ, എ ട്രാൻസ്പോസ് പ്ലസ് എ എന്ന് കൊടുത്തു. ഓക്കെ, അതായത് നമുക്ക് എന്താ കിട്ടിയത്? എ ട്രാൻസ്പോസ് പ്ലസ് എ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്താ അറിയാവുന്നത്? ഇവിടെ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് അല്ലെ. മെട്രിക്സ് അഡിഷൻ ആണ്. മെട്രിക്സ് അഡിഷന്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാലോ. ഏതായിരിക്കും അത്? മെട്രിക്സ് അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? എ പ്ലസ് ബി ഈക്വൽ ടു എന്തായിരുന്നു? ബി പ്ലസ് എ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ട്രാൻസ്പോസ് പ്ലസ് എനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് എ ട്രാൻസ്പോസ് നമുക്ക് എഴുതാം ആണല്ലോ. എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എനെ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് മെട്രിക്സ് അഡിഷന്റെ ഉപയോഗിച്ച് നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത് ഇവിടെ? നമുക്ക് നോട്ട് ചെയ്യാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ, നമ്മുടെ A plus A ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore എന്താണ്? സിമെട്രിക് ആണ്. ഓക്കെ ആണല്ലോ, സിമെട്രിക് ആണ്. A plus A ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് എപ്പോഴും സിമെട്രിക് ആയിരിക്കും. A എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ് പറഞ്ഞിരുന്നത്? A minus A transpose is skew symmetric ആണല്ലോ. A minus A transpose skew symmetric ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ബി പാർട്ട് ആയിരുന്നു. ഒരു മെട്രിക്സ് A സ്ക്യൂ സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? A transpose equal to minus A കിട്ടണം അല്ലേ? A transpose എന്ന് പറയുന്നത് minus A കിട്ടണം. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതാണ് സ്ക്യൂ സിമെട്രിക് എന്നാണ്? A minus A transpose സ്ക്യൂ സിമെട്രിക് ആണെന്നാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ A minus A ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, A minus A transpose the whole transpose equal to, നോക്കിക്കേ, നമ്മൾ നേരത്തെ കണ്ടിരുന്ന അതേ പ്രോപ്പർട്ടി അനുസരിച്ച് A minus B the whole transpose equal to ഏതാണ്? A transpose minus B transpose ആണ് അല്ലേ? A transpose minus B transpose ആണ്. നമുക്ക് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. എങ്ങനെയാണ്? ട്രാൻസ്പോസിനെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. A transpose minus A transpose the whole transpose. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? A transpose the whole transpose equal to A ആണെന്ന് നമുക്ക് അറിയാം അല്ലേ? A transpose the whole transpose is equal to A ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A transpose minus A എന്ന് കിട്ടി. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് A minus A transpose എന്നായിരുന്നു. അതിപ്പോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇനി നമുക്കത് കിട്ടാനായിട്ട് നമ്മളൊരു മൈനസ് സൈൻ കോമൺ എടുത്തേ. മൈനസ് സൈൻ കോമൺ എടുക്കുമ്പോൾ എന്താ വരിക? മൈനസ് A transpose പ്ലസ് A എന്നാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. മൈനസ് സൈനെ നമ്മളൊരു കോമൺ എടുത്തു. ഓക്കെ, ഈക്വൽ ടു മൈനസ് ഓഫ് A minus A transpose എന്ന് കിട്ടിയിട്ടുണ്ട്. എന്താണ്? നമുക്ക് മൈനസ് ഓഫ് A minus A transpose നമുക്ക് കിട്ടി. അതൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കേ, നമുക്കറിയാവുന്ന പ്രോപ്പർട്ടി ആണ്. നോക്കിക്കേ, A minus A transpose the whole transpose ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് മൈനസ് ഓഫ് A minus A transpose ആണ്. ഓക്കെ, ഇതല്ലേ നമ്മുടെ സ്ക്യൂ സിമെട്രിക്കിന്റെ കണ്ടീഷൻ ആണല്ലേ? അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore സ്ക്യൂ സിമെട്രിക്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? A എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ A plus A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. A minus A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത പ്രോപ്പർട്ടി എന്താ പറയുന്നത് നോക്കിക്കേ. അടുത്ത പ്രോപ്പർട്ടി പറയുന്നത് A എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ A equal to 1/2 into A plus A transpose plus 1/2 into A minus A transpose എന്ന് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കേ, A plus A transpose എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പഠിച്ചായിരുന്നു അല്ലേ? A plus A transpose നമ്മൾ പഠിച്ചിട്ടുണ്ട്. A minus A transpose പറഞ്ഞതാണ്. A plus A transpose എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. A minus A transpose എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആണ്. നമുക്കെങ്കിലും A plus A transpose എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. അതേപോലെ A minus A transpose എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണ്. സിമെട്രിക് ഞാൻ എഴുതുന്നില്ല കേട്ടോ, സ്ക്യൂ എന്ന് എഴുതുന്നുള്ള സ്ക്യൂ സിമെട്രിക്കും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് ആഡ് ചെയ്തേ. എന്താണ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക? A plus A transpose plus A minus A transpose അല്ലേ? A plus A transpose plus A minus A transpose ആണ്. A transpose കട്ടായി പോയി ബാക്കി നമുക്ക് വരുന്നത് 2A ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമുക്ക് A കിട്ടാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം അല്ലേ? 2നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് A കിട്ടാൻ വേണ്ടി A ഈക്വൽ ടു എന്താണ്? 1/2 ഇൻറ്റു ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. A plus A transpose plus A minus A transpose. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക.
ഓക്കെ, ഇനി 1/2 നമുക്ക് അകത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള നമ്പർ ആണ്. 1/2 നമുക്ക് അകത്തോട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഓക്കെ ആണോ? നമുക്ക് എന്താ കിട്ടിയത്? എ ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതൊന്ന് ചെക്ക് ചെയ്തേ. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ? എന്താണ് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? സിമെട്രിക് ആണ്. ഇത് സിമെട്രിക് ആണ്, ഇതെന്താണ്? സ്ക്യൂ സിമെട്രിക്കും ആണ്. ഓക്കെ ആണല്ലോ? ഒന്ന് ചെക്ക് ചെയ്ത് 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് അത് സിമെട്രിക് ആണോ അല്ലയോ നോക്കിക്കേ. എന്താണ് നമുക്കറിയാം അല്ലേ? ഇതിന് നമുക്ക് ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെ എ ഇൻറ്റു ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? കെ എ ട്രാൻസ്പോസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് എടുക്കാം, സിമെട്രിക് ആണെന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ് അല്ലേ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എ ട്രാൻസ്പോസിനെ നമുക്ക് മാറ്റി കെ ഇൻറ്റു എ എന്നാക്കാമല്ലോ. കെ ഇൻറ്റു എ എഴുതി. ഇനിയിപ്പോ ഇത് തമ്മിൽ നോക്കിക്കേ. കെ എ ഹോൾ ട്രാൻസ്പോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? കെ എ ആണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore കെ എ എന്ന് പറയുന്നത് സിമെട്രിക് ആകും അല്ലെ? കെ എ എന്ന് പറയുന്നത് സിമെട്രിക് ആകും. ഓക്കെ, ഇതേ കണ്ടീഷൻ അല്ലേ നമുക്ക് ഇവിടെ ഉള്ളത്? ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? എ എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു കെ എ ആണ്, which means കെ എ ഈസ് സിമെട്രിക്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണെങ്കിൽ 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും സിമെട്രിക് ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് നമുക്ക് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് കണ്ടുപിടിക്കാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് അറിയാം അല്ലെ? സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? സിമെട്രിക് ആയിട്ട് വരും. ഇത് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതാണ് നമുക്ക് കിട്ടുക 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആയിട്ട് വരും. അതേപോലെ തന്നെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും സ്ക്യൂ സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെട്രിക്സിനെ സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതാൻ നോക്കും. ഓക്കെ, ഏതൊരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് എടുത്താലും ആ ഒരു മെട്രിക്സിനെ നമുക്ക് സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആക്കി എഴുതാം. അതാണ് 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാമിനൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടിയിലോട്ട് മൂവ് ചെയ്യാം. നാലാമത്തെ പ്രോപ്പർട്ടി ഏതാണ്? If A is a square matrix, then A into A transpose is equal to A transpose A are symmetric matrices. അല്ലേ? A എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ A into A ട്രാൻസ്പോസും A ട്രാൻസ്പോസ് into A യും സിമെട്രിക് മെട്രിക്സ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സിമെട്രിക്കിന്റെ കണ്ടീഷൻ അറിയാം അല്ലേ? സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താണ്? A ട്രാൻസ്പോസ് ഈക്വൽ ടു A ആണെന്നാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? A ഇൻറ്റു എ ട്രാൻസ്പോസ് സിമെട്രിക് ആണോ ചെക്ക് ചെയ്യണം. A ഇൻറ്റു എ ട്രാൻസ്പോസ് സിമെട്രിക് ആണോ ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി A ഇൻറ്റു എ ട്രാൻസ്പോസിന്റെ ഹോൾ ട്രാൻസ്പോസ് നമ്മൾ കാണുകയാണ്. ഓക്കെ, ഇതിപ്പോ ഏത് ഫോർമുല തന്നേക്കുന്നത് നോക്കിക്കേ. നമ്മൾ പഠിച്ചായിരുന്നു എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ്? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോസിനെ കൊടുക്കാം. എങ്ങനെയാ? എ ട്രാൻസ്പോസ് the whole transpose. ഇവിടെ A യുടെ സ്ഥാനത്ത് കിടക്കുന്നത് ഇതും B യുടെ സ്ഥാനത്ത് കിടക്കുന്നത് ഇതുമാണ്. അങ്ങനെയാണെങ്കിൽ B ട്രാൻസ്പോസ് ആണ് വേണ്ടത്. അങ്ങനെ A ട്രാൻസ്പോസ് the whole transpose into A transpose. ഓക്കെ, ഇതിന് ഈക്വൽ ടു എന്താ കിട്ടാം? ഈക്വൽ ടു A ട്രാൻസ്പോസ് the whole transpose ഈക്വൽ ടു എന്താണ്? A ആണ്. A into A ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? നമുക്ക് കിട്ടിയത് എന്താണ്? A into A transpose the whole transpose equal to A into A transpose എന്ന് കിട്ടി. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് അത് തന്നെയാണ് കിട്ടിയത്. therefore എന്താണ്? ഇത് സിമെട്രിക് ആണ്. ഓക്കെ ആണല്ലോ? ഇതുപോലെ തന്നെ നമുക്ക് A ട്രാൻസ്പോസ് into A സിമെട്രിക് ആണോ ചെക്ക് ചെയ്യണം. അതുകൂടെ നമുക്ക് നോക്കാം.
എ ട്രാൻസ്പോസ് ഇൻറ്റു എ സിമെട്രിക് ആണോ ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം എ ട്രാൻസ്പോസ് ഇൻറ്റു എ എഴുതുന്നു, അതിന്റെ ഹോൾ ട്രാൻസ്പോസ് നോക്കാം. ഹോൾ ട്രാൻസ്പോസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരും. ഇവിടുത്തെ എ ഏതാണ്? ഇവിടെ എ ഇതാണ്, ബി ഇതാണ്. ഇതനുസരിച്ച് വേണം നമുക്ക് സോൾവ് ചെയ്യാൻ. ഓക്കെ, ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് വിച്ച് ഈക്വൽ ടു എ ആണ് അല്ലേ? നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? എ ട്രാൻസ്പോസ് എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് എ എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ ആണല്ലോ? അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore A transpose A എന്ന് പറയുന്നത് is symmetric. സിമെട്രിക് ആണെന്ന് കിട്ടി. ഓക്കെ ആണോ? നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണ്. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആണ്. അതുപോലെ തന്നെ അതിനെ കുറിച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു. സിമെട്രിക്കിന്റെ ഡയഗണൽ എലമെന്റ്സ് ആണെങ്കിൽ എയ്ക്കും എ ട്രാൻസ്പോസിനും സെയിം ആയിരിക്കും. സ്ക്യൂ സിമെട്രിക്കിന്റെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും സീറോസ് ആയിരിക്കും. രണ്ടാമത് പറഞ്ഞ പ്രോപ്പർട്ടി ഏതായിരുന്നു? പിന്നീട് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി രണ്ടാമത് പറഞ്ഞ പ്രോപ്പർട്ടി ഏതായിരുന്നു? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്നാണ് പറഞ്ഞത്. അതേപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് എ ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്നാണ് പറഞ്ഞത്. അതിന്റെ മീനിങ് എന്താണ്? ഏതൊരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് എടുത്താലും അതിനെ ഒരു സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആക്കി എഴുതാൻ പറ്റും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. പിന്നീട് നമുക്ക് പറയാവുന്നത് പറഞ്ഞ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ട്രാൻസ്പോസും എ ട്രാൻസ്പോസ് ഇൻറ്റു എയും സിമെട്രിക് മെട്രിക്സുകളാണെന്നാണ്. ഓക്കെ ആണല്ലോ എല്ലാവരും? നമുക്കെങ്കിൽ സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും കുറച്ച് പ്രോബ്ലംസിലേക്ക് പോകാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ് then show that AB is symmetric if AB equal to BA. എന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? എയും ബിയും സിമെട്രിക് മെട്രിക്സുകളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് എ ബി സിമെട്രിക് ആണെന്ന് ഷോ ചെയ്യണം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എ ബി ഈക്വൽ ടു ബി എ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എയും ബിയും സിമെട്രിക് ആണെന്ന് അറിയാം അല്ലെ? അങ്ങനെ അതിന്റെ അർത്ഥം എന്താണ്? എ സിമെട്രിക് ആണെങ്കിൽ which gives A ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. അതേപോലെ തന്നെ ബി സിമെട്രിക് ആണെങ്കിൽ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? എ ബി ഈക്വൽ ടു ബി എ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഷോ ചെയ്യേണ്ടത് എന്താണ്? എ ബി സിമെട്രിക് ആണെന്ന് കാണിക്കണം അല്ലെ? എ ബി സിമെട്രിക് ആണെന്ന് കാണിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ബി കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ഓക്കെ, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് നമുക്ക് നോക്കാം. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു നമ്മളിപ്പോ ഇവിടെ ഏത് പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇനി ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരുന്നു? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യണം. ഈക്വൽ ടു എന്ത് കിട്ടും? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബി എന്ന് കൊടുക്കാം. സിൻസ് എന്താണ്? ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആണ്. അതേപോലെ തന്നെ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആണ് നമുക്കറിയാം അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എ എന്ന് കൊടുത്തു. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ? റീസൺ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് കൊടുത്തത്? ഇനിയിപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ? എ ബി ഈക്വൽ ടു ബി എ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി എ ഈക്വൽ ടു എ ബി എന്ന് കൊടുക്കാമല്ലോ. ഈക്വൽ ടു എ ബി എന്ന് കൊടുക്കാം. സിൻസ് എ ബി ഈക്വൽ ടു ബി എ ഗിവൺ. ഓക്കെ, ഗിവൺ ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് എന്താ കിട്ടിയത്? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? എ ബി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എയും ബിയും സിമെട്രിക് മെട്രിക്സുകളാണെങ്കിൽ എ ബി സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ ഏതാണ്? എ ബി ഈക്വൽ ടു ബി എ ആണെങ്കിൽ, എ ബി ഈക്വൽ ടു ബി എ ആണെങ്കിൽ മാത്രമേ എ ബി എന്ന് പറയുന്നത് സിമെട്രിക് ആവത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഈ ഒരു പ്രോബ്ലം മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം, we want to find the value of k such that 1k minus k1 is symmetric.
നമ്മുടെ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 1k - k1 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ആ മെട്രിക്സ് സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് k യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, k യുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന കണ്ടീഷൻ ആ ഒരു മെട്രിക്സ് സിമെട്രിക് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ആ മെട്രിക്സിനെ ഞാൻ a എന്ന് വിളിക്കാം. a = 1k - k1 എന്ന് ഞാൻ എടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു മെട്രിക്സ് സിമെട്രിക് ആണ്, വിച്ച് മീൻസ് A ട്രാൻസ്പോസ് = A ആണ്. ആണല്ലോ, നമുക്ക് തന്നിരിക്കുന്നത് A ആണ്. ഇനി A ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. A ട്രാൻസ്പോസ് എന്താണ്? റോയിൽ എഴുതിയിരിക്കുന്നതിനെ കോളത്തിലോട്ട് എഴുതുക. റോയിൽ എഴുതിയിരിക്കുന്നത് 1k, അതിനെ നമ്മൾ കോളമാക്കുക. 1k - k1. ഓക്കെ ആണല്ലോ. A ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. = A. A എന്ന് പറഞ്ഞാൽ എന്താണ്? 1k - k1 ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഇപ്പോൾ നോക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന മെട്രിക്സ് തമ്മിൽ ഈക്വൽ ആണ് എന്നുള്ളൊരു ഇതിലാണ് എത്തിയിരിക്കുന്നത് അല്ലേ? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? -k = k എന്ന് എഴുതാം അല്ലേ? -k = k ആണ്, which means -k നെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ k + k = 0 എന്നാകും, which equal to 2k = 0, which gives k = 0. ഓക്കെ, അങ്ങനെ നമുക്ക് k യുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു? k യുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു. k = 0 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച കണ്ടീഷൻ എന്താണ്? സിമെട്രിക് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ A ട്രാൻസ്പോസ് = A എന്ന് കൊടുത്തു. അതുകൊണ്ടാണ് നമുക്ക് k യുടെ വാല്യൂ കിട്ടിയത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Express the following matrix as the sum of symmetric and skew symmetric matrices. തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സുകളെ സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകളുടെയും സം ആക്കി എഴുതുക. ഓക്കെ, രണ്ട് മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. അതിൽ ഓരോ മെട്രിക്സിന്റെയും സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആക്കി എഴുതുക. നമ്മൾ ഇതിന് പഠിച്ചതല്ലേ? നമ്മൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ പഠിച്ചതാണ്. ഏതൊരു സ്ക്വയർ മെട്രിക്സ് തന്നാലും ആ ഒരു സ്ക്വയർ മെട്രിക്സിനെ സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയി എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ കഴിയുക? A = 1/2 × A + A ട്രാൻസ്പോസ് പ്ലസ് 1/2 × A - A ട്രാൻസ്പോസ് എന്നായിരുന്നു അല്ലേ? ഇങ്ങനെയായിരുന്നു. ഇത്രയും ഭാഗം സിമെട്രിക് ആണ്, അതേപോലെ തന്നെ ഇത്രയും ഭാഗം സ്ക്യൂ സിമെട്രിക്കും ആയിരുന്നു. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം A = 1 5 - 1 2. ഈ ഒരു മെട്രിക്സിനെ എനിക്ക് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A ട്രാൻസ്പോസ് വേണം അല്ലേ? A ട്രാൻസ്പോസ് വേണം. കണ്ടുപിടിക്കാമല്ലോ. A ട്രാൻസ്പോസ് = എന്താണ്? റോ എഴുതിയിരിക്കുന്നതിനെ കോളമാക്കി എഴുതുക. 1 5 - 1 2. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? A + A ട്രാൻസ്പോസ് വേണം അല്ലേ? A + A ട്രാൻസ്പോസ്. A + A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. 1 5 - 1 2 + 1 - 1 5 2. മെട്രിക്സ് അഡിഷൻ ആണ്. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 1 + 1 = 2, 5 + -1 = 4, -1 + 5 = 4, and 2 + 2 = 4. നമുക്ക് A + A ട്രാൻസ്പോസ് കിട്ടി. നമുക്ക് A + A ട്രാൻസ്പോസ് മാത്രം മതിയോ? പോരാ അല്ലേ? 1/2 × A + A ട്രാൻസ്പോസ് ആണ് വേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 1/2 × A + A ട്രാൻസ്പോസ് = എന്താ കിട്ടുക? ഇതിന്റെ 1/2 × 2 4 4 4. ഓക്കെ, = എന്താ കിട്ടുക? 1/2 കൊണ്ട് ഓരോ എലമെന്റിനെ ഡിവൈഡ് 1/2 കൊണ്ട് ഓരോ എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 2 2 2. ഓക്കെ, അടുത്ത നമുക്ക് ഇനി എന്താ വേണ്ടത്? A - A ട്രാൻസ്പോസ് വേണം അല്ലേ? A - A ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കാം. A - A ട്രാൻസ്പോസ്. A യുടെ വാല്യൂ നമുക്കറിയാം. 1 5 - 1 2 ആണ്. മൈനസ് A ട്രാൻസ്പോസ് ഏതാണ്? 1 - 1 5 2. ഓക്കെ, അങ്ങനെ A - A ട്രാൻസ്പോസ് നമ്മൾ ചെയ്യുകയാണ്.
ഈക്വൽ ടു എന്താ കിട്ടുക? മെട്രിക് സബ്സ്ട്രാക്ഷൻ ആണ്, കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക. ഈക്വൽ ടു 1 മൈനസ് 1 എന്താണ്? 0. Then 5 minus minus 1 which equal to 6. Then minus 1 minus 5 minus 1 minus 5 equal to minus 6. പിന്നീട് എന്താണ്? 2 minus 2 equal to 0. ഓക്കെ ആണല്ലോ? A minus A ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? 1/2 into A minus A ട്രാൻസ്പോസ്. ഓക്കെ, എന്താണ്? 1/2 into 0 6 minus 6 0. ഓക്കെ, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 into 0 equal to 0, 1/2 into 6 is equal to 3, 1/2 into minus 6 is equal to minus 3 and 1/2 into 0 equal to 0. ഓക്കെ, നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? എനെ ഇതിനെ രണ്ടിനെ സം ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. A equal to എന്തായിരുന്നു? A 1/2 into A plus A transpose plus 1/2 into A minus A transpose ആണല്ലോ. ഈ A എന്താണ് നമുക്കറിയാം? A equal to 1 5 minus 1 2 equal to 1/2 into A plus A transpose എന്താണ് കിട്ടിയിരിക്കുന്നത്? 1 2 2 2. ഓക്കെ, പ്ലസ് A minus 1/2 into A minus A transpose ഏതാണ്? 0 3 minus 3 0. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കാം, റൈറ്റ് സൈഡ് നോക്കിക്കേ. റൈറ്റ് സൈഡ് നമ്മൾ കൂട്ടുമ്പോൾ ലെഫ്റ്റ് സൈഡ് കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്താൽ മതി. 1 plus 0 equal to 1 കിട്ടുന്നുണ്ട്. 2 plus 3 equal to 5 കിട്ടുന്നുണ്ട്. 2 plus minus 3 equal to minus 1 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 plus 0 equal to 2 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? A plus A equal to 1/2 into A plus A transpose plus 1/2 into A minus A transpose ആണ്. ഇവിടെ ഒരു കണ്ടീഷൻ എന്താണ്? A plus A trans 1/2 into A minus A transpose എന്ന് പറയുന്നത് ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. അതേപോലെ തന്നെ 1/2 into A plus A transpose എന്ന് പറയുന്നത് സിമെട്രിക്കുമാണ്. ഇത് സിമെട്രിക്കുമാണ്. ഓക്കെ, സിമെട്രിക്കുമാണ്, സ്ക്യൂ സിമെട്രിക്കുമാണ്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലാണ് ബി പാർട്ട് ഉണ്ടായിരുന്നു. ബി പാർട്ട് ഏതായിരുന്നു? രണ്ടാമത് 3/3 മെട്രിക്സ് ആണ് തന്നിരുന്നത്. 3/3 മെട്രിക്സിനെ നമുക്ക് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകളുടെ സം ആക്കി എഴുതാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുക്കുകയാണ്. ബി 6 minus 2 2 minus 2 3 minus 1 2 minus 1 3. ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതിനെ ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഇതിനെ ഞാൻ A എന്ന് വിളിക്കുകയാണ്. A ഈക്വൽ ടു കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞേ. A ട്രാൻസ്പോസ് എന്താണ്? റോസിനെ കോളം ആക്കി എഴുതുക അല്ലെ. ഫസ്റ്റ് റോ ഏതാണ്? 6 minus 2 2. അതിനെ കോളം ആക്കി എഴുതാം. 6 minus 2 2. രണ്ടാമത്തെ റോ ഏതാണ്? -2 3 -1. അതിനെ നമുക്ക് കോളം ആക്കി എഴുതാം. -2 3 -1. പിന്നീട് എന്താണ്? തേർഡ് റോ 2 -1 3. അതിനെ നമുക്ക് കോളം ആക്കി എഴുതുമ്പോൾ 2 -1 3. ഓക്കെ, നമ്മൾ A ട്രാൻസ്പോസ് കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? A plus A ട്രാൻസ്പോസ് വേണം അല്ലേ. A plus A ട്രാൻസ്പോസ് ചെയ്യാം. A plus A ട്രാൻസ്പോസ്. ഞാൻ ഈ മെട്രിക്സ് ഇനി ഇങ്ങോട്ട് എഴുതുന്നില്ല, ഡയറക്റ്റ് ഒന്ന് സം ചെയ്യുക കേട്ടോ. A plus A ട്രാൻസ്പോസ് 6 plus 6 എന്താണ്? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണ്. 6 plus 6 is equal to 12. Then -2 plus -2 equal to -4. Then 2 plus 2 equal to 4. -2 plus -2 equal to -4. 3 plus 3 equal to 6. -1 plus -1 equal to -2. പിന്നീട് എന്താണ്? തേർഡ് റോ വരുമ്പോൾ 2 plus 2 which is 4 and -1 plus -1 equal to -2. പിന്നീട് 3 plus 3 equal to 6. ഓക്കെ, നമുക്ക് A plus A ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ്? 1/2 into A plus A ട്രാൻസ്പോസ് അല്ലേ. 1/2 into A plus A ട്രാൻസ്പോസ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്? ഈ മെട്രിക്സിനെ നമുക്ക് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോ എലമെന്റ്സിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
12 into 1 by 2 which equal to 6 ആണ്. minus 4 into 1 by 2 which equal to minus 2 ആണ്. next 4 by 2 equal to 2. ഇപ്പോൾ എന്താണ് വരുന്നത്? minus 4 by 2 which equal to minus 2 ആണ്. 6 by 2 equal to 3. minus 2 by 2 equal to minus 1. and ഇനി തേർഡ് റോ അല്ലേ, തേർഡ് റോയിൽ ആണ് 4 by 2 equal to 2 ആണ്. അതേപോലെ തന്നെ minus 2 by 2 equal to minus 1 ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് എലമെന്റ് ഏതാണ്? 6 by 2 equal to 3 ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് 1 by 2 into a plus a transpose കിട്ടി. ഇനി നമുക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? a minus a transpose കാണണം അല്ലേ? a minus a transpose നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതി പോകാം. a ഉണ്ട്, a transpose ഉണ്ട്. ഈ a minus a transpose നോക്കാം. 6 minus 6 എന്താണ്? 0 ആണ്. minus 2 minus minus 2 എന്താകും? minus 2 plus 2 ആകും. അത് equal to 0 ആണ്. ഇനി എന്താണ്? 2 minus 2 which equal to 0. ഇനി എന്താണ്? സെക്കൻഡ് റോ ആണ് അല്ലേ? സെക്കൻഡ് റോ എന്താണ്? minus 2 minus minus 2 minus 2 plus 2 ആകും. അത് equal to 0 ആണ്. നെക്സ്റ്റ് 3 minus 3 minus 3 equal to 0. and minus 1 minus minus 1 minus 1 plus 1 ആകും. അത് equal to 0 ആണ്. നമുക്ക് രണ്ട് റോ 0 ആയി അല്ലേ? ഇനി തേർഡ് റോ നോക്കാം. എന്താണ്? 2 minus 2 which equal to 0. minus 1 minus minus 1 minus 1 plus 1 ആകും. അത് equal to 0 ആകും. നെക്സ്റ്റ് എന്താണ്? 3 minus 3 which is also 0. നമുക്ക് എന്താണ് കിട്ടിയത്? a minus a transpose എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആണ് കിട്ടിയത് അല്ലേ? 0 മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് 1 by 2 into a minus a transpose നോക്കേണ്ട ആവശ്യമുണ്ടോ? 1 by 2 into a minus a transpose എന്താവും? അത് ഒരു 0 മെട്രിക്സ് തന്നെയാവും അല്ലേ? 0 0 0 0 0 0 0 0 0. ഓക്കെ ആണല്ലോ? നമുക്ക് 1 by 2 into a plus a transpose കിട്ടി. 1 by 2 into a minus a transpose കിട്ടി. ഇനി നമുക്ക് a എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഇതിന്റെ രണ്ടിന്റെയും സം ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമുക്ക് എന്താണ്? a equal to 1 by 2 into a plus a transpose plus 1 by 2 into a minus a transpose. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കാം. a എന്ന് പറയുന്ന മെട്രിക്സ് ഏതായിരുന്നു? a equal to 6 minus 2 2 6 minus 2 2 minus 2 3 minus 1 then 2 minus 1 3 ആയിരുന്നു അല്ലേ? ഇത് ഈക്വൽ ടു a plus a 1 by 2 into a plus a transpose 1 by 2 into a plus a transpose എന്താണ്? ഇതല്ലേ? 6 minus 2 2 minus 2 3 minus 1 2 minus 1 3 plus 1 by 2 into a minus a transpose എന്തായിരുന്നു? 0 മെട്രിക്സ് ആണ്. 0 0 0 0 0 0 0 0 0. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കാം. ചെക്ക് ചെയ്യാം. നോക്കിയേ, ലെഫ്റ്റ് സൈഡ് ആണ് കിട്ടുന്നത്. നോക്കിയേ, റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടുന്നുണ്ടോ? 6 plus 0 6 തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ 6 തന്നെയാണ്. അതേപോലെ തന്നെ ഏത് നമ്പർ നമ്മുടെ 1 by 2 into a plus a transpose ഏതൊരു നമ്പറിനെ 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ a എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? a നെ നമുക്ക് ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതാൻ പറ്റും. നോക്കാം, ഇവിടുത്തെ സിമെട്രിക് മെട്രിക്സ് ഏതാണ്? ഇതാണ് നമ്മുടെ സിമെട്രിക് മെട്രിക്സ്. ഇതാണ് നമ്മുടെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇത് സിമെട്രിക്കും ഇത് സ്ക്യൂ സിമെട്രിക്കുമാണ്. ഓക്കെ, അതിന്റെ രണ്ടിന്റെയും സം ആയിട്ട് നമുക്ക് a എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ എക്സസൈസിലുണ്ട്. അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ.